തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം. കോഴിക്കോടും കോട്ടയത്തും സ്ഥാനാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടായി. മലപ്പുറത്ത് വ്യാജരേഖ ഉണ്ടാക്കിയതിന് സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിക്ക് നേരെ അക്രമമുണ്ടായത്. പഞ്ചായത്തിലെ 8ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജെയിംസ് വേളാശ്ശേരിയെ വീടിന് സമീപത്ത് വെച്ച് അജ്ഞാതർ ആക്രമിക്കുകയായിരുന്നു. 10 മീറ്റർ എന്റെ വീടിന്റെ ആ റോഡ് വഴിക്ക് തിരിച്ച് ഇറങ്ങി വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ പിള്ളേരെ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവരെ എടുത്തു ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്കെതിരെ മത്സരിക്കോടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാടാന്ന് ചോദിച്ചു. അപ്പോൾ കൂടുതൽ ഒരു ചങ്ങായി എനിക്കിട്ട് എൻ്റെ നീ ആരാടാന്ന് ചോദിച്ചത് എൻ്റെ ഇവിടെ ഈ ചൊള്ളക്കിട്ട് ഒരു അടി വന്നു. രണ്ടൂർ നല്ല പൂസുണ്ട്. തട്ടിയങ്ങ് മാറ്റുമ്പോൾ അവനങ്ങോട്ട് പോയി അങ്ങോട്ട് ഇരിക്കുന്നവനെ കണ്ടുപോയി. അതിൽ അടുത്ത് വന്ന് മറ്റേ ചങ്ങായി അവിടുന്ന് അവൻ്റെ കയ്യിലുണ്ടായതോന്ന് എനിക്കറിയില്ല. അവിടുന്ന് അങ്ങോട്ട് കുനിന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് ഒറ്റ ഇടി. അപ്പം ഞാൻ അടുത്തേക്കും ഇങ്ങനെ തട്ടിയാണ്. അപ്പോൾ ഈ കയ്യാൽ പറ്റി, ഇനി നെറ്റിയാലും മുറിവ് പറ്റി. ഇരുചക്ര വാഹനത്തിലെത്തിയ 2 പേരാണ് രാത്രി 11:30 ജെയിംസിനെ ആക്രമിച്ചത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ ജെയിംസിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജെയിംസിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മലപ്പുറം ജില്ലയിൽ വ്യാജരേഖയുണ്ടാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിന് പുളിക്കലിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തു. 16ാം വാർഡിലെ സ്ഥാനാർത്ഥി KO നൌഫൽ കേസിൽ 3ാം പ്രതിയാണ്. SSLC ബുക്കിലെ ജനനത്തീയതിയിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് കേസ്. 19/2/2007 എന്ന ജനനത്തീയതി 19/2/2006 എന്ന് തിരുത്തിയാണ് പെൺകുട്ടിയുടെ വോട്ട് ചേർത്തത്. കേസിൽ പെൺകുട്ടി 1ാം പ്രതിയും അച്ഛൻ 2ാം പ്രതിയുമാണ്. തെരഞ്ഞെടുപ്പ് പൂർത്തിയായ കോട്ടയം ജില്ലയിൽ കുറിച്ചി 8ാം വാർഡ് BJP സ്ഥാനാർത്ഥി BR മഞ്ജീഷിന്റെ വീട്ടിൽ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ മഞ്ജീഷിനും BJP പ്രവർത്തകരായ മനീഷിനും ശ്രീകുമാറിനും പരിക്കേറ്റു. ശ്രീകുമാറിന്റെ തലയ്ക്കാണ് പരിക്ക്. CPIM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.